നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മുതലപ്പുഴി വീണ്ടും മരണമുനമ്പായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അലയടിച്ച് ജനരോഷം. ശവപ്പെട്ടിയുമായി പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ. വള്ളം മറിഞ്ഞ് മരിച്ചത് അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ. രക്ഷാപ്രവർത്തനം വൈകിയെന്ന് പരാതി. കാസർഗോഡ് മട്ടലായിയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. അപകടം ബസ്സും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ച്. പന്തളം മാന്തുകയിലും അപകടം. 2 പേർക്ക് പരുക്ക്. ആലപ്പുഴ ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ വൈദ്യുത ബന്ധം തകരാറിൽ. ബോധപൂർവം തകരാറിലാക്കിയെന്ന് കണ്ടെത്തൽ. പിന്നിൽ സ്വകാര്യ ആശുപത്രി ലോബിയെന്ന് ആരോപണം. ഏറ്റുമാനൂർ ബൈപ്പാസിലെ സോളാർ ലൈറ്റുകൾ അപകടാവസ്ഥയിൽ. സ്ഥാപിച്ച് 1 മാസം എത്തും മുമ്പ് വശങ്ങളിലേക്ക് ചരിഞ്ഞു. വിശദമായി നോക്കാം. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച്. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ അപകടം മരണം തുടർക്കഥയായ സാഹചര്യത്തിലാണ് മാർച്ച്. ശവമഞ്ചം വഹിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ഈ ഡിസൈൻ തയ്യാറാക്കാനായിട്ട് എന്നിട്ട് ബഹുമാന്യനായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് എഞ്ചിനീയർ വെള്ളയമ്പലത്ത് വന്നിരുന്നു. ആ നിർമ്മിച്ച് നൽകിയിരുന്ന ഡിസൈനിൽ കണ്ടത് ഈ പുല്ലുമുട്ടുകൾക്ക് മുകളിൽ ഒരു നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ആ നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് തെറ്റായ നിഗമനങ്ങൾ വെച്ചുകൊണ്ടാണ് ആ രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം മുതലപ്പുഴി തുറമുഖ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് അർദ്ധരാത്രിയോടുകൂടിയാണ് തൊഴിലാളി മരിച്ചത്. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ എന്ന മത്സ്യത്തൊഴിലാളിയാണ് മരിച്ചത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ രക്ഷപ്പെട്ടു. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ ഉടമസ്ഥതയിലുള്ള ചിന്താധിര എന്ന വള്ളമാണ് മറിഞ്ഞത്. അഴിമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം ലഭിച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. 5:30 മണിക്ക് ശേഷം വള്ളം പറഞ്ഞു, ചെറിയ വള്ളം പറഞ്ഞു. റെസ്ക്യൂ ബോട്ട് അവിടെ കിടപ്പുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പാടത്തോണി. അതിന് വള്ളം പോയി റെസ്ക്യൂന് വരാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് വന്നതിന് ശേഷം വള്ളം ചോദിച്ചാൽ പറയുന്നത് അതിൽ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന്. എഞ്ചിൻ കംപ്ലൈന്റ് ആയ സാധനം ഇവിടെ നിന്ന് ഇട്ടേക്കുന്നത്. ഒന്ന്. രണ്ടാമത്, വള്ളത്തിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. 2 ഡ്രൈവറാണതിന്. ആ ഡ്രൈവറില്ലാതെയാണ് നടക്കുന്നത്. ഒരാൾ നടക്കുന്നത്. ഈ വള്ളം ഇത്രയും ആൾക്കാരെ എടുത്തിട്ട് റെസ്ക്യൂന് ഈ പകല് സംഭവിച്ചിട്ട് ഈ പടിഞ്ഞാറ് വരാൻ പറ്റാത്തവരെ പിന്നെ എന്തിനാണ് അവിടെ ഡ്രൈവറായിട്ട് ഇട്ടേക്കുന്നത്? ഒരാൾ നല്ല അടി കിട്ടി, 2ാമത്തെ കടലിലൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ ആൾ മരിച്ച് മരണപ്പെട്ടേ. ആര് കൊടുക്കും? ഇവർ കൊടുക്കും. ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നിട്ടിരിക്കുകയാണ്. ഈ നിരന്തരം അപകടം നടന്നിരിക്കുമ്പോൾ ഈ റെസ്ക്യൂ ടീമുകൾ ജാഗ്രതയായിട്ട് നിൽക്കാനുള്ളതിന് വേണ്ടി അശ്രദ്ധയായിട്ടാണ് മൊത്തത്തിൽ അവിടെ നിൽക്കുന്നത്. ഒരു ശ്രദ്ധയില്ല അവർക്ക്. നല്ല രീതിക്ക് സ്വിമ്മിംഗ് പോലും അറിയാത്തവരാണ് ഇപ്പോൾ മൊത്തത്തിൽ കയറിയിരിക്കുന്നത്. എഞ്ചിൻ ഓടിക്കാൻ വേണ്ടി അത്ര കഴിവില്ലാത്ത ടീമുകളാണ് ഇപ്പോൾ കയറിയത്. ഒരു കടലിൽ വന്ന് അടച്ചു കഴിഞ്ഞിരുന്ന അങ്ങോട്ട് പോകാനും വരാനും പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഡ്രൈവറായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ള ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള നടപടി കിട്ടണതിൽ. അതിനിടെ ഇന്ന് രാവിലെയും വീണ്ടും വള്ളം മറിഞ്ഞ അപകടമുണ്ടായി. വള്ളത്തിലുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മക പ്രതിഷേധം തുടരുകയാണ്. കാസർഗോഡ് പിലിക്കോട് മട്ടലായിയിൽ ബസ്സും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗുഡ്സ് ഓട്ടോയിൽ സഞ്ചരിക്കുകയായിരുന്ന ക്ലായിക്കോട് സ്വദേശി KC സഞ്ജിത്താണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കണ്ണങ്കയിലെ സുരേഷ്, പൊന്മാലം സ്വദേശി സന്തോഷ് എന്നിവരെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ പിലിക്കോട് ഗേറ്റിനടുത്ത് പയ്യന്നൂർ ചെറുവത്തൂർ റൂട്ടിലോടുന്ന കൽപ്പക ബസ്സും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. പന്തളം MC റോഡിൽ മാന്തുകയിലും വാഹനാപകടമുണ്ടായി. 2 പേർക്ക് പരിക്കേറ്റു. ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും വന്ന ട്രാവലറും എതിർദിശയിൽ വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ട്രാവലറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 7 മണിക്കാണ് അപകടം നടന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോയ ബസ്സുകൾ അർദ്ധരാത്രി തമിഴ്നാട് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടു. 1 ഇന്ത്യ 1 ടാക്സിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. അർദ്ധരാത്രി യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടുകയായിരുന്നു. തമിഴ്നാട് നാഗർകോവിൽ ഭാഗത്തായാണ് ബസ് തടഞ്ഞത്. മറ്റേതെങ്കിലും ബസ്സിൽ യാത്ര തുടരാനാണ് തമിഴ്നാട് MVD ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്.
പത്തനംതിട്ട കല്ലേലിയിൽ കാട്ടാന ആക്രമണം. തൊഴിലാളിക്ക് പരിക്കേറ്റു. ആലിയാസിനാണ് നിസാര പരുക്കു പറ്റിയത്. ആനയെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കല്ലേലി കടിയാർ ഭാഗത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. കൊല്ലം പത്തനാപുരം കടക്കാമണ്ണിൽ മീൻകട സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കുണ്ടയം സ്വദേശി സാബുവിന്റെ കടയാണ് തകർത്തത്. കുടുംബത്തിന്റെ ഉപജീവന മാർഗമാണ് ഇതോടെ ഇല്ലാതായത്. 20,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. ഇവിടെ നിന്നൊരു 15 അടിയോളം ഹൈറ്റിലാണ് ഈ തോട്ടിനാൾ ഇവരുടെ അടുത്ത് മറിച്ചിരിക്കുന്നത്. രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് ഇത് മറിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 15 അടിയോളം താഴ്ചയുണ്ട്. നമ്മൾ ആകെയുള്ള ഒരു ഉപജീവന മാർഗമായിരുന്നു ഇത്. അതാണ് ഈ തല്ലി തകർത്തത്. നമുക്ക് വേറെ വരുമാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ജീവിക്കാൻ വേറെ മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്ന് ഈ തെരുവോരത്ത് കച്ചവടം ചെയ്യുന്നത്. അത് നശിപ്പിച്ചിപ്പം ഇന്നലെ രാത്രി കൊണ്ട് മൊത്തം തകർത്തു. പോക്സോ കേസ് കെട്ടിച്ചമച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിയെ വെറുതെ വിട്ടു. കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് വാളകം സ്വദേശി ഹരികുമാറിനെ വെറുതെ വിട്ടത്. 2021 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വിദ്യാർത്ഥിനിയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയെന്നും അശ്ലീലം കാട്ടിയെന്നുമായിരുന്നു ആരോപണം. വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഹരികുമാറിനോടുള്ള വ്യക്തിവിരോധം മൂലം കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതി കണ്ടെത്തി. കോഴിക്കോട് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ആൾ അറസ്റ്റിൽ. തൊടുപുഴ സ്വദേശി ഫൈസലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കുന്നമംഗലം സ്വദേശിനെ ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സിൽ വെച്ച് ശല്യം ചെയ്തെന്നാണ് പരാതി. യുവതിയുടെ അടുത്ത സീറ്റിൽ ഇരുന്ന് ശല്യം ചെയ്തെന്ന് യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് ഫൈസലിനെ അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ വൈദ്യുത ബന്ധം ബോധപൂർവം തകരാറിലാക്കിയതായി കണ്ടെത്തൽ. അത്യാഹിത വിഭാഗം, CT സ്കാൻ എന്നിവിടങ്ങളിലേക്കുള്ള ഇലക്ട്രിക് വയറുകൾ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചാണ് മുറിച്ചുമാറ്റിയത്. രോഗികളുടെ ജീവനടക്കം അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകി. പിന്നിൽ സ്വകാര്യ ആശുപത്രി ലോബിയെന്നാണ് ആരോപണം. ന്യൂസ് 18 അന്വേഷണം. കഴിഞ്ഞ 11 രാത്രി 8 മണിയോടെയാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ CT സ്കാൻ, എക്സ്റേ മെഷീനുകളിലേക്കുള്ള വൈദ്യുത ബന്ധം തകരാറിലായതായി ജീവനക്കാർ കണ്ടെത്തുന്നത്. പവർ സപ്ലൈയിലൂടെ മെഷീനുകളിലേക്ക് കടന്നുവരുന്ന വൈദ്യുതി ഹൈ ലോ വോൾട്ടേജുകളിലായി മാറിമറിഞ്ഞതോടെ സ്കാനിംഗ് യൂണിറ്റിലെ ജീവനക്കാർ വിവരം ആശുപത്രി സൂപ്രണ്ട് സുജ അലോഷ്യസിനെ അറിയിച്ചു. 2 കോടി രൂപയോളം വിലമതിക്കുന്ന ഉപകരണങ്ങൾ തകരാറിലാകുമെന്ന് ഉറപ്പായതോടെ മുറികളിലേക്കുള്ള വൈദ്യുത ബന്ധം പൂർണ്ണമായും ഒഴിവാക്കി. സ്കാനിംഗ് സെന്റർ അടച്ചു. പിറ്റേ ദിവസം നടത്തിയ പരിശോധനയിലാണ് സ്കാനിംഗ് മെഷീനുകളിലേക്കുള്ള പവർ സപ്ലൈയുടെ എർത്ത് വയറുകൾ കട്ടിംഗ് പ്ലെയറുകൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയതായി കണ്ടെത്തിയത്. ആശുപത്രിയുമായി അടുത്ത ബന്ധമുള്ള ആരോ ആണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. അവിടെ 2 അൾട്രാ സൗണ്ട് സ്കാനിംഗ് മെഷീനുണ്ട്, ഒരു CT സ്കാൻ മെഷീനുണ്ട്, 1-2 ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റുണ്ട്. ഇതൊക്കെ വളരെ തുച്ഛമായ ചാർജിനാണ് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ BPLക്കാർക്ക് ചാർജ് ഇല്ലാതെയാണ് ഈ സൗകര്യം കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് മനഃപൂർവ്വമായിട്ട് മിക്കവാറും തകരാറിലാക്കുന്ന ഒരു സ്ഥലമായി ഈ ആശുപത്രി മാറിയിരിക്കുകയാണ്. അത് മുൻകാലങ്ങളിൽ എക്സ്റേ എടുക്കുന്ന ഫിലിമില്ല. നമ്മൾ മൊബൈൽ കൊണ്ടുവന്ന മൊബൈലിലോട്ട് എക്സ്റേ അയച്ചു തരുന്നൊരു സ്ഥിതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആശുപത്രിയെ തകർക്കാനായിട്ട് ആശുപത്രിയുടെ അകത്തുനിന്നും പുറത്തുനിന്നും ഒരു ലോബിയിങ് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് ചേർത്തല DYSPക്ക് പരാതി നൽകി. സമാനമായ രീതിയിൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ വൈദ്യുതി ബന്ധവും മെയ് 5 തകരാറിലാക്കിയിരുന്നതായി പരാതിയിലുണ്ട്. രോഗികളുടെ ജീവനടക്കം അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ട് സുജ അലോഷ്യസ് പോലീസിന് നൽകിയ പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 ലഭ്യമായി. മെയ് 14 നൽകിയ പരാതിയിൽ അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ഇലക്ട്രിക് വയറുകൾ മുറിച്ചു കളഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വിവരം നൽകുന്നു. എന്നാൽ പോലീസ് അന്വേഷണം കാര്യമായി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, 11 വീണ്ടും സമാനമായ സംഭവം ആവർത്തിക്കുകയായിരുന്നു. തുടർന്നാണ് DYSPക്ക് വീണ്ടും പരാതി നൽകിയത്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ജീവനക്കാരെ തന്നെ ഒത്താശയോടെയാണ് രോഗികളുടെ ജീവനടക്കം പ്രശ്നം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടുള്ളതായാണ് വിലയിരുത്തൽ. തൊട്ടടുത്തുള്ള 2 സ്വകാര്യ ആശുപത്രികളെയും സ്കാനിംഗ് സെന്ററുകളെയും സഹായിക്കാനാണ് നീക്കമെന്ന ആരോപണം ശക്തമാണ്. വിശ്വസിച്ചെത്തുന്ന രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന അത്യന്തം ഗൌരവകരമായ കുറ്റമാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നടന്നത്.
ഇതിനു പിന്നിൽ ആശുപത്രി ജീവനക്കാരുടെ ഒത്താശയോടുകൂടിയുള്ള സ്വകാര്യ സ്കാനിംഗ് സെന്റർ ലോബിയാണെന്നാണ് ആരോപണം ഉയർന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പാലക്കാട് കൂറ്റനാട് നന്ദിയങ്കോട്ട് 33 kV വൈദ്യുതി ലൈൻ പൊട്ടിവീണു. കൂറ്റനാട് നാഗലശ്ശേരിയിൽ ഇന്നലെ രാത്രിയാണ് വൈദ്യുതി ലൈൻ പൊട്ടിവീണത്. KCB അധികൃതർ എത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി ആരംഭിച്ചു. പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. പൊട്ടച്ചിറ സന്തോഷ് കുമാറിനെയാണ് വീടിന് സമീപത്ത് നിന്ന് കാറിലെത്തിയ 5 അംഗ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഒറ്റപ്പാലം അമ്പലപ്പാറയിലാണ് സംഭവം. കാറിലെത്തിയ 5 അംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് ഭാര്യാപിതാവിനെ യുവാവ് കൊലപ്പെടുത്തിയത് വാക്കുതർക്കത്തെ തുടർന്ന്. നെടുമങ്ങാട് സ്വദേശി സുനിൽ കുമാറിനെ മകളുടെ ഭർത്താവായ അഭിലാഷ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സ്വാഭാവിക മരണമെന്ന് പ്രതി വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഈ മാസം 10 വൈകിട്ട് മഞ്ചയിലെ വീട്ടിൽ വെച്ച് സുനിൽകുമാറും മകളുടെ ഭർത്താവായ അഭിലാഷും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അഭിലാഷിന്റെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് വിറ്റു എന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. തുടർന്നുണ്ടായ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ സുനിൽകുമാറിനൊപ്പം അഭിലാഷും പോയിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം സുനിൽകുമാർ മരിച്ചു. തുടർന്ന് വിവരം ലഭിച്ച നെടുമങ്ങാട് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് അഭിലാഷിന്റെ പങ്ക് വ്യക്തമായത്. മരണകാരണം മർദ്ദനത്തിലേറ്റ പരിക്കുകളാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. തറയിലിട്ട് ക്രൂരമായി നെഞ്ചത്തും പുറത്തും ചവിട്ടിയതിനെ തുടർന്ന് സുനിൽകുമാറിന്റെ വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു. മറ്റാർക്കും സംശയം തോന്നാത്ത തരത്തിൽ വളരെ സ്വാഭാവികമായിട്ടായിരുന്നു പിന്നീട് അഭിലാഷിന്റെ പെരുമാറ്റം. നെടുമങ്ങാട് ഡിവൈഎസ്പി ബി ഗോപകുമാറിന്റെ മേൽനോട്ടത്തിൽ SHO അനീഷ് ബി, SIമാരായ രവീന്ദ്രൻ, രജിത്ത്, സീനിയർ CPOമാരായ ബിജു സി, ദീപ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് കേസിന്റെ ചുരുളഴിച്ച് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മുതലപ്പുഴയിൽ ഇന്നലെ രാത്രിയുണ്ടായ ബോട്ട് അപകടത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ആ ദൃശ്യത്തിലേക്കാണ്. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് അർദ്ധരാത്രി 1:30 മുതലപ്പുഴി അഴിമുഖത്തുണ്ടായ അപകടത്തിൽ വള്ളം മറിഞ്ഞ് മരണപ്പെട്ടത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെയാണ് ഈ അഴിമുഖത്ത് ശക്തമായ തിരയിൽപ്പെട്ട് ഈ അപകടം സംഭവിക്കുന്നത്. വള്ളം തലകീഴായി മറിയുകയായിരുന്നു. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അയ്യോ, അയ്യോ, അയ്യോ. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ മുതലപ്പുഴി വീണ്ടും മരണമുരമ്പായി മാറുമ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ഇതിനോടകം കടന്നിട്ടുണ്ട്. സഭയിലേക്ക് പ്രതിഷേധവുമായി അവർ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ, നിലവിലെ സാഹചര്യം? 2 അപകടങ്ങളാണ് ഇന്ന് മുതലപ്പുഴയിൽ ഉണ്ടായത്. പുലർച്ചെ അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ, അർദ്ധരാത്രി 1:30 മണിയോടെയായിരുന്നു ആദ്യ അപകടം. അതിൽ വള്ളം പറഞ്ഞ് 4 പേർ അപകടത്തിൽപ്പെട്ടു. അതിൽ വിക്ടർ എന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. മറ്റ് 3 പേർ നീന്തി രക്ഷപ്പെട്ടു. ഇതിനുശേഷം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ ഉള്ളത് രാവിലെ വെളുപ്പിന് 5:30 അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. അഞ്ചുതെങ്ങ് തോണിക്കടവ് സ്വദേശി സ്റ്റാലിൻ എന്റെ ഉടമസ്ഥയിലുള്ള പത്തോസിഹ എന്ന വള്ളം മറിയുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഈ വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് മറിയുന്ന ദൃശ്യമാണത്. അഴിമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് പിന്നീട് അപ്പോൾ ആരുടെ സഹായം ലഭിച്ച പരാതിയൊക്കെ മറ്റൊരാൾ പറഞ്ഞു. വലിയ അപകട ഭീഷണി തന്നെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മുതലപ്പുഴി ഉള്ളത്. ഇപ്പോൾ മഴക്കാലം കൂടി ആയതോടുകൂടി ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നു. നമുക്കറിയാം എത്രത്തോളം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് കടലിലേക്ക് പോകാൻ മറ്റു മാർഗങ്ങളില്ല. ഈ പൊഴി മുറിച്ചു കടന്ന് തന്നെ അവിടെ നിന്ന് പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ശക്തമായ തിരമാലയിൽപ്പെട്ട് ആ വള്ളം മറിയുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള അപകട സാധ്യതയിലൂടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ഇന്ന് മത്സ്യബന്ധനം തിരികെ വന്ന ഒരാളാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഈ പൊഴിയും ഈ അപകട ഭാഗം മുറിച്ചു കടന്നു വേണം മത്സ്യത്തൊഴിലാളികൾക്ക് അവിടേക്ക് പോകാൻ. പലപ്പോഴും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ഇന്ന് അതിലൊരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ അപകടത്തിൽ ആൾക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നതാണ് ഒരു ആശ്വാസകരമായ വസ്തുത. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു അപകടത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഏത് നിമിഷം അപകടം ഉണ്ടാകാം എന്ന് അറിഞ്ഞിട്ടും
മറ്റു വഴികളില്ലാതെ നിവൃത്തിയില്ലാതെ ഈ അപകട സ്ഥലം കടന്ന് മത്സ്യബന്ധനത്തിലേക്കായി ഉൾക്കടലിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് മുതിരപ്പുഴയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ. തീർച്ചയായും വി അരുൺ സൂചിപ്പിച്ചതാണ് കാര്യം. അർദ്ധരാത്രിക്ക് ശേഷം 2 അപകടങ്ങളാണ് ഇവിടെ മുതലപ്പുഴയിൽ നടന്നത്. ഒന്ന് അർദ്ധരാത്രിക്ക് കഴിഞ്ഞതിന് ശേഷം 1:30 ഇത്തരത്തിൽ ഒരു അപകടം അഴിമുഖത്ത് തന്നെ ബോട്ട് മറിഞ്ഞ് ഉണ്ടായി. അതിലാണ് വിക്ടർ എന്ന മത്സ്യത്തൊഴിലാളി മരണപ്പെടുന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ സമാനമായ രീതിയിൽ ഈ ശക്തമായ തിരയിൽപ്പെട്ട് മറ്റൊരു വള്ളം കൂടി മറിയുകയുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വി വിനോദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം, എന്താണ് നിലവിലത്തെ അവസ്ഥ? അറിയാം, മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് പുലർച്ചെയും ഒരു മത്സ്യത്തൊഴിലാളി മുതലപ്പുഴയിൽ അപകടത്തിൽ മരിക്കുന്ന സാഹചര്യം. 10 വർഷത്തിനിടെ ഏതാണ്ട് 75ഓളം മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി. ഇന്ന് മാത്രം 2 അപകടങ്ങളാണ് സംഭവിച്ചത്. ഇതിൽ ആദ്യത്തെ അപകടത്തിലാണ് വിക്ടർ എന്ന മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായത്. മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും ഇന്ന് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്നയിച്ച ആവശ്യം, നേരത്തെ സംസ്ഥാന സർക്കാർ 7 ഉറപ്പുകൾ നൽകിയിരുന്നു. ഈ ഉറപ്പുകൾ പാലിക്കണം. ഹാർബർ അടച്ചിടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഹാർബർ നിർമ്മിച്ചതെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കണം. യൂജിൻ പെരേര അടക്കമുള്ള വൈദികർ ഈ മാർച്ചിന് നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെയാണ് ഈ പുലിമുട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം, അത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുള്ളതാണ്, പരാതികൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കവാടം ആയി നിൽക്കുന്ന പുലിമുട്ടുകൾ, 2 പുലിമുട്ടുകൾ, അതുവഴി ആ പുലിമുട്ടുകൾക്കിടയിലൂടെ പടിഞ്ഞാറ് വശത്തേക്ക് ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുന്ന ഒരു നില. അതിന് പകരം പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വടക്ക് ഭാഗത്തേക്ക് ഈ കവാടം തിരിച്ച് മാറ്റണം. അതായത് പുലിമുട്ട് നിർമ്മിച്ച് കൂടുതൽ ദൂരത്തിലേക്ക് പുലിമുട്ട് നിർമ്മിച്ച് വടക്ക് വശത്തേക്ക് കവാടം മാറ്റണമെന്ന ആവശ്യം. ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അതിൽ നടപടി ഉണ്ടാകുന്നില്ല. അദാനി ഗ്രൂപ്പ് അവിടെ അവരുടെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കല്ലുകൾ കൊണ്ട് ശേഖരിച്ച് വെക്കുന്ന സ്ഥലം മുതലപ്പുഴയാണ്. അവിടെ വലിയ ബാർജുകൾ വന്നു പോകുമ്പോൾ നേരത്തെ ഉള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ ഭാഗമായുള്ള പുലിമുട്ടുകൾ തകരുകയും അത് കടലിലേക്ക് വീഴുകയും ചെയ്യുന്നു. അവിടെ മണ്ണടിയുന്നു. കരാറിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പ് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ടതാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ആ തരത്തിൽ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, അദാനി ഗ്രൂപ്പ് ഇവരെല്ലാം തന്നെ സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ നടക്കുന്ന സഭാ നടപടികൾ നിർത്തിവെച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന ആവശ്യം കൂടി സഭാ നേതൃത്വം, ഈ സംഘടനാ നേതൃത്വം വ്യക്തമാക്കുന്നു. അവർ ആ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. ആര്യ, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഏറ്റുമാനൂർ ബൈപ്പാസിലെ സോളാർ ലൈറ്റുകൾ അപകടാവസ്ഥയിൽ. ലൈറ്റുകൾ സ്ഥാപിച്ച് 1 മാസത്തോളം പിന്നിടുമ്പോൾ വശങ്ങളിലേക്ക് ചരിഞ്ഞു. തൂണുകൾ വേണ്ട വിധം നിലത്ത് ഉറപ്പിക്കാത്തതാണ് ലൈറ്റുകൾ ചരിയാൻ കാരണം. ഏറ്റുമാനൂരിലെ പട്ടിത്താനം മണർക്കാട് ബൈപ്പാസിൽ 1.8 കിലോമീറ്ററോളം ദൂരമാണ് സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. 1 കോടിയോളം രൂപ മുടക്കിയാണ് വിളക്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ 1 മാസമാകും മുൻപ് ഇവ തകർന്നു വീഴുന്ന അവസ്ഥയായി. നമ്മുടെ ഈ മണർക്കാട് ബൈപ്പാസിലെ ഈ സോളാർ ലൈറ്റുകൾ, കാര്യം സോളാർ ലൈറ്റുകളെല്ലാം നല്ലതാണ്. പക്ഷേ അതിന്റെ ചോട്ടിൽ ബോൾട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കോൺക്രീറ്റ് ചെയ്ത് മൂടാത്ത കാരണം ഇത് ഓരോന്നും ചെരിഞ്ഞ് ഇവിടെ തൊട്ട് നമ്മുടെ പട്ടിത്താനക്കാലോട്ട് ഇങ്ങോട്ട് നോക്കി അറിയാം, മിക്ക സോളാർ ലൈറ്റുകളും ചെരിഞ്ഞാണ്. ഇത് അപകടം ഉണ്ടാകുന്ന രീതിയിലാണ്. ചെരിഞ്ഞ് മഴയത്ത് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വല്ല വണ്ടിയുടെ മൊത്തം ആൾക്കാർ മൊത്തം എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നതാണ്. അതിനുവേണ്ട പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നത് താഴ്മയായി അപേക്ഷിക്കുന്നു. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് വഴിവിളക്കുകൾ ഉറപ്പില്ലാതെ നിൽക്കുന്നത്. അപ്രതീക്ഷിതമായി ലൈറ്റുകൾ റോഡിലേക്ക് പതിച്ചാൽ വലിയ അപകടത്തിന് കാരണമായേക്കാം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 കോട്ടയം. കാക്കനാട് DLF ഫ്ളാറ്റിലുണ്ടായ പകർച്ചവ്യാധിയിൽ ആശങ്കയുമായി പ്രദേശവാസികൾ. പൊതുതോട് അടച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചത് മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ നിന്നാണ് അണുബാധയുണ്ടായതെന്നാണ് ആരോപണം. സമീപ പ്രദേശത്തെ വീടുകളിലടക്കം വെള്ളക്കെട്ടുണ്ടായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി.
കഴിഞ്ഞ ദിവസമാണ് DLF ഫ്ളാറ്റിലെ അന്തേവാസികൾക്ക് കുടിവെള്ളത്തിൽ നിന്നും അണുബാധയുണ്ടായി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മഴവെള്ള സംഭരണിയിൽ നിന്നാകാം രോഗം പിടിപെട്ടതെന്ന നിഗമനത്തിലാണ് ഫ്ളാറ്റിലെ താമസക്കാർ. അതേസമയം പ്രദേശത്തെ പൊതുതോടടച്ചുകെട്ടി നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതുമൂലം മലിനജലം ഫ്ളാറ്റിലെ കിണറുകളിലെത്തി രോഗം പിടിപെട്ടതെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഈ വെള്ളങ്ങൾ മുഴുവൻ മലമൂത്ര വിസർജനം അടങ്ങിയ ധാരാളം ഈ കോളി ബാക്ടീരിയ ഉള്ള വെള്ളമാണ് ഈ തോട്ടിൽ കൂടെ അങ്ങോട്ട് ചെന്നത്. ആ വെള്ളം അവിടെ പൊങ്ങിയപ്പോൾ സ്വാഭാവികമായും ആ വെള്ളം അവരുടെ വാട്ടർ സമ്പുകളിൽ വന്നിട്ടുണ്ടാകും. അതിനൊരു സംശയമില്ല. കാരണം 27, 28 ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞ് 29-ാം തീയതി മുതലാണ് അവിടെ ഈ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച പെയ്ത ശക്തമായ മഴയിൽ DLF ഫ്ളാറ്റിലെ സമീപ പ്രദേശമായ ദർശൻ നഗർ, ഗ്രീൻ ഗാർഡൻ എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. കുത്തിയൊഴുകിയെത്തുന്ന മഴവെള്ളത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഫ്ളാറ്റിന്റെ നിർമ്മാണം. ഇതോടെ കടമ്പ്രയാറിലേക്കുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടു. അതിന്റെ ഫലമായി സമീപത്തെ വീടുകളിലും വെള്ളം കയറി വലിയ നാശനഷ്ടമുണ്ടായി. അപ്പൊ ഈ പ്രദേശത്തുള്ള സകല വെള്ളവും മഴ പെയ്യുമ്പോൾ ഇവിടേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് മെയ് 27, 28 ദിവസങ്ങളുണ്ടായ മഴ സമയത്ത് ഭയങ്കരമായ വെള്ളം ഇതിനകത്തേക്ക് ഇരച്ചു കയറി. ഞങ്ങളുടെയൊക്കെ ഈ കോളനിയിൽ അനേകം പേരുടെ കാറുകൾ പലതും വെള്ളത്തിലായിപ്പോയി. അങ്ങനെ ഒരുപാട് പേരുടെ വണ്ടികൾക്ക് കാര്യമായിട്ട് നാശനഷ്ടമുണ്ടായി. 3 വീടുകളിൽ വെള്ളം 2 പ്രാവശ്യം താഴത്തെ നിലയിൽ കയറി. ഇത്രയെല്ലാം പ്രയാസമുണ്ടായി. ഫ്ളാറ്റ് അധികൃതർ മൂടിയ പൊതുതോട് പുനഃസ്ഥാപിക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കിണറ്റിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. ഒളവറ മുണ്ടയ്ക്ക് സമീപം ക്വാർട്ടേഴ്സിലെ കിണറ്റിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. അസം സ്വദേശികൾ താമസിക്കുന്ന മുറിയിലെത്തിയ പെരുമ്പാമ്പിനെ താമസക്കാർ ഓടിച്ചു വിടുകയായിരുന്നു. പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങിയ പാമ്പ് കിണറ്റിൽ വീഴുകയായിരുന്നു. ഫോറസ്റ്റ് റെസ്ക്യൂവർ സി അനൂപ്, സഹായി കെ ലതീഷ് എന്നിവർ ചേർന്നാണ് പെരുമ്പാമ്പിനെ പുറത്തെടുത്തത്. റോബിൻസ് എടുക്ക് കയറ്റും. +1 വിഷയത്തിൽ KSCയുടെ സമരം കോഴിക്കോട് നടക്കുന്നു. അതിലേക്ക്
ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും. കൂടി ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ OR കേളുവിനെ മന്ത്രിസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നു എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വന്ന ഒഴിവിലേക്ക് OR കേളുവിനെ പരിഗണിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. കെ രാധാകൃഷ്ണനെ പോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ ആ ഒരു പദവിയിലേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിനായിരുന്നു മുൻതൂക്കം. OR കേളുവിന് തന്നെയായിരുന്നു മുൻതൂക്കം, അല്ലേ? ആര്യ, പട്ടിക വിഭാഗത്തിലുള്ള ആദ്യത്തെ CPM-ന്റെ മന്ത്രിയായി OR കേളു മാറുകയാണ്. പട്ടിക വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവിനെയും CPM ഇതുവരെ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത്തരത്തിൽ ആദ്യത്തെ നേതാവ് നേരത്തെ PK ജയലക്ഷ്മി 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാനത്തെ ആദ്യ മന്ത്രിയായിരുന്നു. ഇപ്പോൾ CPM ആ പാത പിന്തുടരുകയാണ്. കെ രാധാകൃഷ്ണന് പകരം OR കേളു പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്നു. മാനന്തവാടിയിൽ 2ാം തവണ വിജയിച്ച MLA ആണ്. CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ കെ രാധാകൃഷ്ണൻ പകരക്കാരനായി 2ാം പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്നു. CPM-ന്റെ സംസ്ഥാന സമിതി യോഗമാണ് നിർണായകമായ തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ പല പേരുകൾ പറഞ്ഞു കേട്ടുവെങ്കിലും മന്ത്രിസഭയിലേക്ക് വരാൻ അത്തരത്തിൽ ഈ പട്ടികജാതി പട്ടികവിഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിലാണ് OR കേളുവിന്റെ പേര് CPM തിരഞ്ഞെടുത്ത. മറ്റ് പരിഗണനകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് OR കേളുവിനെ CPM മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ അദ്ദേഹത്തിന് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകില്ല. SC/ST വകുപ്പ് മാത്രമാകും നിലവിൽ OR കേളുവിന് ലഭിക്കുക. പാർലമെന്ററി കാര്യം സീനിയർ മന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട വകുപ്പാണ്. നേരത്തെ സ്പീക്കർ കൂടിയായിരുന്ന സംസ്ഥാന സമിതി അംഗം MB രാജേഷിനെയാണ് CPM പാർലമെന്ററി കാര്യം പോലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് ഏൽപ്പിക്കുന്നത്. MB രാജേഷിന് നേരത്തെയുള്ള വകുപ്പുകൾക്ക് പുറമെ എക്സൈസ്, അതുപോലെ തദ്ദേശഭരണ വകുപ്പുകൾക്ക് പുറമെ പാർലമെന്ററി കാര്യം എന്ന വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി നൽകുകയാണ്. സഭയിൽ സ്പീക്കറായി സഭാ നടപടികൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള നേതാവാണ് MB രാജേഷ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടി ഈ മന്ത്രിസഭയിലെ വകുപ്പുകൾ മാറുന്നതിന്റെ ഭാഗമായി ലഭിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട വകുപ്പ് ദേവസ്വമായിരുന്നു കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തത്. അത് കോട്ടയത്ത് നിന്നുള്ള നേതാവ് VN വാസവൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവനാണ് നൽകുന്നത്. നേരത്തെ മന്ത്രിസഭയിൽ കഴിഞ്ഞ തവണ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും KB ഗണേഷ് കുമാറും ആന്റണിരാജും ഒക്കെ മന്ത്രിസഭയിലേക്ക് വരുമ്പോഴും അവിടെ പോർട്ട് തുറമുഖ വകുപ്പ് അന്ന് നൽകിയത് ഇതുപോലെ VN വാസവനാണ്. VN വാസവനുള്ള വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി നൽകുന്നു. CPM-ന്റെ സംഘടനാ തലത്തിലും സംസ്ഥാന സെക്രട്ടറി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അതുകൊണ്ടാണ് VN വാസവന് അത്തരം ഒരു വകുപ്പ് കൂടി നൽകുന്നത്. കോട്ടയത്ത് നിന്നുള്ള നേതാവ് അദ്ദേഹത്തിനെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് കൂടി കൊണ്ടുവരുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് ഇടതുമുന്നണി CPM കടക്കുകയാണ്. മന്ത്രിസഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുന്നു. OR കേളു, കെ രാധാകൃഷ്ണന് പകരം OR കേളു മന്ത്രിസഭയിലേക്ക് വരുന്നു. ചില ധാരണകളുണ്ടായിരുന്നു, ചില ചർച്ചകളുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു പുതിയ ആളെ മന്ത്രിയാക്കി ചേലക്കരയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ശേഷം വിജയിപ്പിക്കാമെന്നൊരു ആലോചന ഉണ്ടായിരുന്നത്, ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. നിലവിലുള്ള MLA-ക്ക് തന്നെ സംസ്ഥാന സമിതി അംഗത്തിന് തന്നെ മന്ത്രിസ്ഥാനം നൽകുകയാണ് CPM. തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടികൾ, സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട സംഭവം, അതൊക്കെ തിരിച്ചടികൾ മറികടക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സമിതി യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കൂടി CPM കടക്കുന്നത്. ST വിഭാഗം, പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന് ആദ്യ മന്ത്രി CPM-ന്റെ ക്യാബിനറ്റിലേക്ക്, സംസ്ഥാന മന്ത്രിസഭയിലേക്ക് CPM കൊണ്ടുവരികയാണ്. ആര്യ, അരുൺ, വളരെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുമ്പോൾ CPM രാഷ്ട്രീയത്തിൽ ഇതിന് പ്രാധാന്യം പലതുകൊണ്ടുമുണ്ട്. ഒന്ന്, ഒരു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുന്നു എന്നതിനും അപ്പുറം CPM തെറ്റുതിരുത്തൽ രേഖ അംഗീകരിക്കാൻ സംസ്ഥാന സമിതി ചേരുമ്പോൾ ഫലത്തിൽ ഇതും ഒരു തെറ്റുതിരുത്തലായി മാറുന്നോ എന്ന പ്രാധാന്യം കൂടി ഇതിന് കൈവരുന്നുണ്ട്. കാരണം ഇത്തരമൊരു മേഖലയിൽ നിന്ന് പരിഗണന നൽകുമ്പോൾ CPM മുമ്പ് ചില ആലോചനകൾ നടത്തിയിരുന്നെങ്കിൽ ആ ആലോചനകളിലേക്ക് ഇല്ല ഇത്തവണ. മറിച്ച് സംസ്ഥാന സമിതി അംഗമായ പട്ടികവർഗ അംഗത്തിന് കൂടുതൽ പരിഗണന നൽകുക എന്ന തീരുമാനം, അതൊരു ചരിത്രപരമായ തീരുമാനം കൂടിയായി മാറുകയല്ലേ അരുൺ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണണം. കാരണം നേരത്തെ പറഞ്ഞു കേട്ട പേരുകൾ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ധാരണ CPM-ന് അനൗദ്യോഗികമായി ഉണ്ടായിരുന്നത് PK ജമീലയെ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ മന്ത്രി AK ബാലന്റെ ഭാര്യ, മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ PK ജമീലയെ ചേലക്കരയിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അവരെ മന്ത്രിസ്ഥാനത്തെ കൊണ്ടുവരാം എന്നൊരു
ചർച്ച, ആലോചന, ഒരു നീക്കം CPM നടന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തോടുകൂടി അത്തരം നീക്കങ്ങളൊക്കെ അടഞ്ഞു. പിന്നീട് PK ബിജുവിനെ, സംസ്ഥാന സെക്രട്ടറി അംഗമാണ് അദ്ദേഹത്തെ ആലത്തൂരിൽ നേരത്തെ CPMന്റെ ഉറച്ച കോട്ട നഷ്ടപ്പെടുത്തിയ നേതാവ് കൂടിയാണ് PK ബിജു. ആ PK ബിജുവിനെ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വഴി നടക്കുമോ എന്നൊരു ചർച്ച ചില കേന്ദ്രങ്ങൾ CPM നടത്തിയത്, നേതാക്കൾ അതിനുള്ള ചരടുവലികൾ നടത്തിയിരുന്നു. അതും സംസ്ഥാന സമിതിയിൽ വെട്ടിപ്പോകുന്നു. ഏറ്റവും യോഗ്യനായ, ഏറ്റവും താഴേക്കിടയിലുള്ള, അത്രയൊന്നും ഗ്ലാമർ MLA അല്ലാതെ, അതായത് സംസ്ഥാനത്തെ പല MLAമാരും വെറും MLAമാരാണെങ്കിൽ വലിയ ഗ്ലാമർ നേതാക്കളാണ്. പക്ഷെ അത്തരത്തിലുള്ള ആ രീതിയിൽ ശോഭിച്ചു നിൽക്കുന്ന ഒരാളെ അല്ല, പകരം കൃത്യമായ സംസ്ഥാന സമിതി അംഗമെന്ന പരിഗണന നൽകി, ആദ്യ ST നേതാവെന്ന പരിഗണന നൽകി. CPMന്റെ കഴിഞ്ഞ കുറെ നാളുകളായി മന്ത്രിയില്ലാത്ത ജില്ലയാണ് വയനാട്. വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ്. ഒരിക്കലും CPMന്റെ സമീപകാലത്തൊന്നും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം നൽകിയത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ, ആ ജനങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്താനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ OR കേളുവിന്റെ മന്ത്രിസ്ഥാനത്തെ കാണേണ്ടത്. അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണ്. ചില യുവ നേതാക്കൾക്ക് വേണ്ടി ചില പ്രധാനപ്പെട്ട നേതാക്കൾ, സെക്രട്ടറി അംഗങ്ങളും ഒക്കെ മന്ത്രിമാരും ഒക്കെ ചരടുവലികൾ നടത്തിയിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് OR കേളു എന്ന പേരിലേക്ക് CPM എത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ചരിത്രപരമായ തീരുമാനമാണ്. ST വിഭാഗത്തിൽ നിന്ന് ആദ്യ മന്ത്രി CPM സർക്കാരിൽ വരുന്നു. സംസ്ഥാന സമിതി അംഗം, അതുതന്നെയാണ് പരിഗണന. ജനങ്ങളുമായി പ്രവർത്തിച്ച് പാർട്ടിയുടെ ഉയർന്ന ഘടകങ്ങളിലൊക്കെ എത്തിയ ആ പരിഗണന മാത്രം വെച്ചുകൊണ്ട് OR കേളുവിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി കൂടി അതിനെ കാണണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പേരുകളൊക്കെയാണ് ഒരുപക്ഷെ വന്നിരുന്നുവെങ്കിൽ വീണ്ടും വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നേനെ. കൃത്യമായും സംസ്ഥാന സമിതി അംഗം 2 തവണ വിജയിച്ചയാൾ OR കേളു തന്നെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ യോഗ്യനെന്ന തീരുമാനത്തിലേക്ക് CPM സംസ്ഥാന സമിതി എത്തുകയായിരുന്നു. സംസ്ഥാന സമിതി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോയെങ്കിലും സംസ്ഥാന സമിതി തുടരുകയാണ്. ഇനിയും പല തീരുമാനങ്ങളും സംസ്ഥാന സമിതി പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസത്തേക്ക് ചർച്ചയുടെ പശ്ചാത്തലത്തിൽ കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ ഉയർന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് തെറ്റുതിരുത്താൻ CPM പോകുന്നത്? ആ തെറ്റുതിരുത്തന്റെ ആദ്യ പടിയായി, അല്ലെങ്കിൽ നേരത്തെ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളുമായി ചേർന്ന് പോകുന്ന, ജനങ്ങളെയും പാർട്ടി വിശ്വാസ തീരുമാനങ്ങൾക്ക് CPM ഇനിയുള്ള ദിവസങ്ങളിൽ മുൻഗണന നൽകുമെന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കൂടി വേണം ഈ ഒരു തീരുമാനത്തെ നമുക്ക് ഇപ്പോൾ കാണേണ്ടത്. അരുൺ, മറ്റൊരു കാര്യം കൂടി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് ശേഷം പലതരത്തിലുള്ള മുഖം മിനുക്കലുകൾ പ്രതീക്ഷിച്ചിരുന്നു. അതിലൊന്ന് മന്ത്രിസഭയിലെ പുനഃസംഘടനയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന തീരുമാനപ്രകാരം രാധാകൃഷ്ണന്റെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ വീതം വെച്ച് മറ്റുള്ളവർക്ക് നൽകി എന്നതിനപ്പുറത്തേക്ക്, ഒപ്പം പകരം ഒരു മന്ത്രിയും വരുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒരു പുനഃസംഘടന മന്ത്രിസഭയിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല, അങ്ങനെ കരുതേണ്ടി വരും അല്ലേ? ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉടൻ അങ്ങനെ പുനഃസംഘടന CPM ആലോചിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഏറ്റവും നല്ല അവസരം ഇത് തന്നെയാണ്. സംസ്ഥാനത്ത് ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി CPMനുണ്ടാകുന്നു. എല്ലാ തലങ്ങളിൽ നിന്നും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഉറക്കെ പറയാൻ, അത് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തുമൊക്കെ പറയാൻ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന സമിതി അംഗവും മുതിർന്ന നേതാവുമായ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നു. സംസ്ഥാന സമിതി യോഗത്തിലും സെക്രട്ടേറിയറ്റുമൊക്കെ മുഖ്യമന്ത്രിയുടെ ശൈലി പോലും മാറണമെന്ന് സംസ്ഥാന CPMന്റെ സമീപ ചരിത്രത്തൊന്നുമില്ലാത്ത തരത്തിൽ ആളുകൾ മുറവിളി കൂട്ടുമ്പോൾ ഏറ്റവും നല്ല അവസരമായിരുന്നു വലിയ പുനഃസംഘടനയിലേക്ക് CPMന് പോകണമെങ്കിൽ. പക്ഷേ അതിനിപ്പോൾ CPM തയ്യാറാകുന്നില്ല. മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കുകയാണ്. ഇനിയുള്ള 2 വർഷക്കാലം ജനക്ഷേമ പദ്ധതികൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ CPM തീരുമാനമെടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനപ്പുറത്തേക്ക് വിപുലമായ പുനഃസംഘടനയിലേക്ക് CPM കടക്കുന്നില്ല. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും RJD ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട ശക്തമായ സമ്മർദ്ദം CPM ചെലുത്തുന്നുണ്ട്. അങ്ങനെ ഒരു മന്ത്രിസഭയിൽ വിപുലമായ ഒരു അഴിച്ചുപണിയിലേക്ക് പോയാൽ അവരുടെ ഒരു ക്ലെയിം കൂടി പരിഗണിക്കേണ്ടി വരും, അല്ലെങ്കിൽ മുന്നണി ബന്ധം വീണ്ടും വഷളാകും. അതും കൂടി ഇതിന്റെ ഒരു കാരണമായി ഒരുപക്ഷെ നമുക്ക് കാണാനാകും. ഏതായാലും വിപുലമായ ഒരു അഴിച്ചുപണിക്കെല്ലാം, വിപുലമായ മുഖം മാറ്റത്തിനല്ല, പകരം ഈ മന്ത്രിസഭയുടെ കാര്യത്തിൽ ഒരു തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ്. തൽക്കാലം മാറ്റേണ്ട അടിയന്തര മാറ്റങ്ങൾ മാത്രമാണ്. അവിടെ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ഒരു പുതിയ മന്ത്രിക്ക് നൽകേണ്ട തീരുമാനത്തിന്റെ ഭാഗമായിട്ടാകണം ഒരുപക്ഷെ OR കേളുവിനെ SC/ST വകുപ്പിൽ മാത്രം ഒതുക്കുകയും പാർലമെന്ററി കാര്യം മുൻ സ്പീക്കർ കൂടിയായ MP രാജേഷിനും അതുപോലെ തന്നെ ദേവസ്വം VN വാസവനും നൽകുന്നത് സ്വാഭാവികമായും ശബരിമലയുമായി അടുത്ത ശബരിമലയുള്ള പത്തനംതിട്ട തൊട്ടടുത്ത ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി അടുത്ത ആ രീതിയിലൊക്കെ ഒരു സാമീപ്യമുള്ള ജില്ലയിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് VN വാസവൻ. അദ്ദേഹത്തെ അത്തരമൊരു മുഖത്തെ ദേവസ്വം വകുപ്പിലേക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായതിൽ അദ്ദേഹത്തെ താല്പര്യത്തോടുകൂടി ഏറ്റെടുത്ത വകുപ്പല്ല. ദേവസ്വം നേരത്തെ തന്നെ പല തരത്തിലുള്ള ചർച്ചകൾ, വിവരങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അദ്ദേഹം ആ വകുപ്പിൽ പലതവണ അദ്ദേഹം ശബരിമല സന്ദർശിക്കുകയും അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും VN വാസവനെ പോലെ കുറച്ചുകൂടി അത്തരം കാര്യങ്ങൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന നേതാവിനെ ദേവസ്വം വകുപ്പിലേക്ക് കൊണ്ടുവരികയാണ്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാവുകയാണ്. അരുൺ, സംസ്ഥാന സമിതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക. കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ അരുണിലേക്ക് തിരികെ വരാം.
എന്തായാലും OR കേളുവിന്റെ നിയോഗം ഒരു ചരിത്രപരമായ നിയോഗം തന്നെയായി മാറുകയാണ്. പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന വാദമുള്ളപ്പോഴും ഇത്തരമൊരു പട്ടിക വർഗ വിഭാഗക്കാരന് പരിഗണന കിട്ടിയില്ല എന്നത് ഇത്ര നാളും CPMന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു, ഒരു വിമർശന വിഷയമായിരുന്നു. അതിന് എന്തായാലും പരിഹാരമുണ്ടാവുകയാണ്. OR കേളു എന്ന മുതിർന്ന അംഗത്തിന് പരിഗണന നൽകിക്കൊണ്ടുള്ള തീരുമാനം വരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ സംഘടനാ തലത്തിലുള്ള ഇടപെടലുകൾ പരിശോധിക്കുമ്പോൾ വയനാട് ജില്ലയിൽ നിന്നുള്ള CPMന്റെ സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവാണ് OR കേളു എന്നതാണ് പ്രത്യേകത. കുറിച്യ സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് 2000-ൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി രംഗത്തെ ഒരു തുടക്കമെന്ന് വേണേൽ പറയാം. തുടർന്ന് 2005-ലും 2010-ലുമായി 10 വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് 2015-ൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്നു മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി മാറുന്നു. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് അദ്ദേഹം മാനന്തവാടി നിയോജക മണ്ഡലം MLA ആവുന്നത്. 2021-ലും വിജയം ആവർത്തിച്ചു. അങ്ങനെ ഒരു ചരിത്രപരമായ നിയോഗം OR കേളു എന്ന വ്യക്തിയിലേക്ക് എത്തുന്നു എന്നതാണ് CPM രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട തീരുമാനമായി ഇത് മാറുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ മറ്റു പ്രധാനപ്പെട്ട ചില പേരുകളും പരിഗണനയിലുണ്ടായിരുന്നു. K രാധാകൃഷ്ണന്റെ പിൻഗാമി ആരാവണം എന്ന ചർച്ചകൾക്കൊടുവിൽ OR കേളു എന്ന തീരുമാനത്തിലേക്ക് CPM എത്തുമ്പോൾ അത് CPM നേരത്തെ പരിഗണിച്ചിരുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരുന്ന ആ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോയതിന് ലോക്സഭയിലെ സാഹചര്യവും ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശന സ്വരങ്ങളും ഇടവെച്ചോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. മന്ത്രിസഭയിൽ ഉണ്ടാവുന്ന പുനഃസംഘടന പകരം K രാധാകൃഷ്ണന്റെ 2 വകുപ്പുകൾ മറ്റു 2 മന്ത്രിമാർക്ക് കൈമാറുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പുനഃസംഘടന ഉണ്ടാവുന്നില്ല എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ നിന്നും പുറത്തു വരുന്ന തീരുമാനങ്ങളും ആലോചനകളും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചകളും വിശദാംശങ്ങളും കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അരുൺ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പുറത്തേക്ക് പോയിരിക്കുന്നു, സംസ്ഥാന സെക്രട്ടറിക്ക് ശേഷം പുറത്തേക്ക് പോയിരിക്കുന്നു. വൈകിട്ട് ഒരുപക്ഷെ വാർത്താസമ്മേളനം ഉണ്ടാകും. സംസ്ഥാന വാർത്താസമ്മേളനത്തിൽ എന്തായാലും ഇത് സംബന്ധിച്ച പാർട്ടിയുടെ തീരുമാനം സംബന്ധിച്ച, പാർട്ടിയുടെ നിലപാട് സംബന്ധിച്ച തിരുത്തൽ രേഖ എന്താണ് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് കൂടി വ്യക്തമായി വരാം. BV അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ചരിത്രപരമായ തീരുമാനം, അത് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ CPMനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതുണ്ടാവും, ഒരു തർക്കവുമില്ല ആ കാര്യം. കാരണം പുതിയ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യത്തോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനം ഉണ്ടാവണം എന്ന തോന്നലൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ സംസ്ഥാന സമിതിയിൽ നടന്ന മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ശക്തമായ വിമർശനം ഉയർന്നു എന്നതാണല്ലോ പുറത്തു വന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ആ സംസ്ഥാന സമിതിയുടെ ചർച്ചകൾ കൂടി ഇത്തരമൊരു മികച്ച തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ പൊതുവിൽ സ്വീകാര്യമാണ്, പ്രതിപക്ഷത്തിന് പോലും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു വലിയ തീരുമാനമായി ഇത് മാറുമ്പോൾ അത്തരം സാഹചര്യങ്ങളും സാധ്യത കൂടി CPM പരിഗണിച്ചിട്ടുണ്ടാവണം, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. സജിത്, ഒരു കാര്യം കൂടി, ഉച്ചയ്ക്ക് 2:30 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചകളുടെയും പാർട്ടിയുടെ തിരുത്തൽ മാർഗരേഖയുടെയും ഒക്കെ വിശദാംശങ്ങൾ പറഞ്ഞേക്കും. അതിനൊപ്പം ഈ മന്ത്രിസഭയിലെ മാറ്റങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചേക്കും. ഏതായാലും അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി CPMൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനങ്ങൾ മാത്രം നടപ്പാക്കപ്പെടുന്നു, അദ്ദേഹം നിശ്ചയിക്കുന്നിടത്തെ കാര്യങ്ങൾ എത്തുന്നു, അദ്ദേഹത്തെ പൂർണ്ണമായി അദ്ദേഹത്തൊപ്പം നിൽക്കുന്നതും ചില ആളുകൾക്ക് മാത്രം തീരുമാനങ്ങൾ നിർണായക സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന വിമർശനമൊക്കെ CPMൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല, ആരും ധൈര്യപ്പെടുത്തുന്ന വിമർശനമാണ് പൊതുവിൽ CPMനെതിരെ. നേതാക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ അവരൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും ചർച്ച നടത്തി മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുக்க തീരുമാനങ്ങൾ എടുക്കാനത് അങ്ങനത്തെ പാർട്ടിയല്ല, CPM ആ രീതിയിലുള്ള പാർട്ടിയല്ല, കൃത്യമായ ചർച്ചകളിലൂടെ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പലപ്പോഴും നേതാക്കൾ അവകാശപ്പെടുമെങ്കിലും അങ്ങനെ ആയിരുന്നില്ല CPMൽ. കാര്യം പലപ്പോഴും മുഖ്യമന്ത്രിയുടെ തീരുമാനം ചർച്ചകളിലൊക്കെ ഉണ്ടാകാം, എങ്കിൽ പോലും അത് തന്നെയാണ് ഒരു അന്തിമ നിലപാടായി പലപ്പോഴും, അന്തിമ തീരുമാനമായി പലപ്പോഴും വരിക. പക്ഷേ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് തന്നെ ഇത് മനസ്സിലാക്കണം, വ്യക്തമാക്കണം. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിമർശനങ്ങൾ കൂടി സ്വാഭാവികമായും മുഖ്യമന്ത്രി ഉൾക്കൊള്ളുമെന്ന് തന്നെ ആണ് CPM നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം എപ്പോഴും പാർട്ടിക്കൊപ്പം, പാർട്ടിയോട് ചേർന്ന് പോകുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ വിമർശനം അദ്ദേഹം ഉൾക്കൊള്ളും. പക്ഷേ ഇത്തരമൊരു ചർച്ച, തുറന്ന ചർച്ച CPMൽ ഉണ്ടായിട്ട് കാലങ്ങളായി എന്ന് നേതാക്കൾ തന്നെ രഹസ്യമായി സംസാരിക്കുമ്പോൾ സമ്മതിക്കുന്നു. നമുക്കറിയാം VS പിണറായി പോര് CPM രൂക്ഷമായിരുന്ന കാലം വിഭാഗീയത എന്നൊക്കെ വിളിപ്പേരുണ്ടായിരുന്നുവെങ്കിലും
അവിടെ വളരെ കൃത്യമായ ചർച്ചകൾ, ഒരു തീരുമാനം എടുക്കാൻ ഏത് നേതാവും പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ എതിർപ്പുണ്ടാകുമോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന ആശങ്കയൊക്കെ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു CPM-ൽ. അത് കഴിഞ്ഞ കുറേ നാളുകളായി ഇല്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ അത്തരം ഒരു ചർച്ചയിലേക്കെങ്കിലും CPM തിരിച്ചു വന്നിരിക്കുന്നു. അത്തരം ശക്തമായ ചർച്ച തന്നെ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ ഗ്ലാമർ മുഖമല്ല എന്നൊക്കെ പറയുമ്പോഴും ORK സഭയിൽ അത്രയധികം നിറഞ്ഞു നിൽക്കുന്ന MLA ഒന്നുമല്ല. അതിന് പുറത്ത് നമ്മൾ അധികം അദ്ദേഹത്തെ ഏതെങ്കിലും വാർത്തയിലും ഒക്കെ അങ്ങനെ കാണുന്ന ആളുമല്ല അദ്ദേഹം. പക്ഷേ വിപുലമായ സംഘടനാ പാരമ്പര്യമുള്ള, വിപുലമായ സംഘടനാ പ്രവർത്തന പരിചയമുള്ള ജനകീയ നേതാവെന്ന നിലയിൽ, അതായത് ജനപ്രതിനിധിയിലും വിപുലമായ പരിചയമുള്ള നേതാവാണ്. നേരത്തെ സൂചിപ്പിച്ചതിന്റെ ചില ഭാഗങ്ങൾ കൂടി 14ാം വാർഡ് മെമ്പറായ തിരുനെല്ലി പഞ്ചായത്തിൽ 2000-ൽ അദ്ദേഹം പാർലമെന്ററി രംഗത്തേക്ക് വരുന്നയാളാണ്. പിന്നീട് 2010 വരെയും അദ്ദേഹം 15 വരെയും അദ്ദേഹം അത്ര തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായി തുടരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം 2005 മുതൽ 10 വർഷം പ്രവർത്തിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു അദ്ദേഹം. തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ORK എന്ന പരിഗണനയിലേക്ക്, എന്ന പേരിലേക്ക് CPM എത്തുന്നു. ഒരു പുനഃസംഘടന ഉണ്ടാവണം, ഒരു പുതിയ മന്ത്രി ഉണ്ടാവണം, വേറെ പല ഓപ്ഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ ORK എന്ന പരിഗണനയിലേക്ക് CPM എത്തിയത് ഒരു തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നോ താങ്കൾ ഈ തീരുമാനം? അദ്ദേഹത്തിന്റെ പേര് തീരുമാനിച്ച് ഏതായാലും ഉചിതമായൊരു തീരുമാനമാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ പോലെ വളരെ സാധാരണക്കാരനായ, നിസ്വനായ, പട്ടിക വർഗക്കാരനായ ഒരാൾ ആ സ്ഥാനത്ത് എത്തുന്നത് തീർത്തും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഭരണപരിചയം താരതമ്യേന കുറവാണ്. നിയമസഭാ പരിചയമുണ്ട് എങ്കിൽ പോലും ഭരണപരിചയം കുറഞ്ഞ ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാൾ ആ സ്ഥാനത്ത് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. യാതൊരു സംശയമില്ല. കാരണം ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അതും പട്ടിക വർഗക്കാർ, ആദിവാസികൾ വലിയ വിവേചനവും മറ്റു തരത്തിലുള്ള ഒറ്റപ്പെടുത്തലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം വയനാട്ടിൽ നിന്ന് ഈ സ്ഥാനത്ത് ഒരാൾ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. വളരെ ഉചിതമായിട്ടുള്ള തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സമിതിയിൽ വലിയ വിമർശനങ്ങൾ നടക്കുന്നു. സമീപകാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് VV അരുണൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സമീപകാലത്ത് ഒന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ചർച്ചകൾ CPM-ൽ നടക്കുന്നു എന്നതാണ്. ആ ചർച്ചകളുടെയൊക്കെ ഒരു ആകത്തുകയായി ഈ തീരുമാനത്തെ കാണേണ്ടി വരുമോ? അതല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ചില തീരുമാനവും ആലോചനകളും തിരുത്താൻ പ്രേരിപ്പിച്ചത് ആ ചർച്ചകളായി കാണേണ്ടി വരുമോ നമുക്ക്? സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് K രാധാകൃഷ്ണൻ ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പോകുമ്പോൾ, അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ് പോകുമ്പോൾ ആ സാധാരണക്കാരുടെ പ്രതിനിധിയായി മറ്റൊരാൾ വന്നു. നേരെ മറിച്ച് മറ്റ് പല MLA-മാരെ കുറിച്ച് നമുക്കത് പറയാൻ കഴിയില്ല. ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട രണ്ടുപേർ സാമാന്യം കളങ്കിതമായ പ്രതിച്ഛായുള്ള ആളുകൾ. അപ്പൊ അവരെ കുറിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം തീർച്ചയായിട്ടും ഉചിതമായ തീരുമാനം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്നിപ്പോ കൈക്കൊള്ളാൻ പറ്റുന്ന ഒരു കൃത്യമായ തീരുമാനം തന്നെയാണ്. ഈ തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ശരി, അത് ആ ഒരു വികാരവും ഇതിനെ നയിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ഇടതുമുന്നണിയിൽ നമുക്കറിയാം ശ്രേയംസ് കുമാറിൻ്റെ വിഭാഗം RJD അവർ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു, വലിയ സമ്മർദ്ദമുയർത്തിയിരുന്നു. മുന്നണി വിടാൻ ഞങ്ങൾക്ക് മേൽ സമ്മർദ്ദമുണ്ട് പാർട്ടിയിൽ നിന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ തീരുമാനം ഫലത്തിൽ സംഭവിക്കുന്നത് വയനാടിനൊരു മന്ത്രിയാകുന്നു എന്നു മാത്രമല്ല, ഈ നിലവിൽ വന്നിരുന്ന ഒഴിവ് കൂടി നികത്തപ്പെടുകയാണ്. അപ്പോൾ ആ ആവശ്യം കൂടി പരിഗണിക്കുന്നില്ല. ഫലത്തിൽ അത് CPM-ന്റെ മറ്റൊരർത്ഥത്തിലുള്ള മറുപടി കൂടിയായി മാറുന്നുണ്ടോ? അല്ല, എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ജനതാദളിനെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പോൾ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി RJD എന്നറിയപ്പെടുന്ന പഴയ ജനതാദളിനെ സംബന്ധിച്ചോളം അവർക്ക് ആകെ ഒരു മെമ്പറേ ഉള്ളൂ. അത് KP മോഹനാണ്. മോഹൻ ഏതായാലും K രാധാകൃഷ്ണന് പകരം മന്ത്രിയാക്കാൻ പറ്റുകയില്ല. മന്ത്രിസഭയിൽ പുതിയൊരു ബർത്തുണ്ടാകുകയാണെങ്കിൽ മോഹനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിന്റെ മന്ത്രിയാണെങ്കിൽ വരാൻ ആ ഒരു പ്രാതിനിധ്യം ഒഴിവാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഈ ശ്രേയംസ് കുമാറിന്റെ പാർട്ടി ഒഴിവാക്കി നമുക്ക് പറയാൻ പറ്റില്ല. അവന്റെ ആവശ്യം മറ്റൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ. കാരണം ഈ ഘടകകക്ഷികളെ കൂടി പരമാവധി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അപ്രമാദിത്വമാണ് ഇവിടെ നടക്കുന്നത്. ഏകകക്ഷി ഭരണവും ഏക വ്യക്തി ഭരണവുമായിട്ട് മാറും. അങ്ങനെ മുണ്ടുടുത്ത മോഡി എന്ന ഒരു ഇമേജുമായിട്ട് ഇദ്ദേഹത്തിന് ഇനി ഒരുപാട് കാലം പോകാൻ പറ്റുകയില്ല എന്നൊരു തോന്നലാണ് ഇപ്പം മൊത്തത്തിലുള്ള ഈ തെറ്റുതിരുത്തൽ ചർച്ചകളിലൊക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. CPM-ലാണെങ്കിലും CPI-ലൊക്കെ ആണെങ്കിലും ചർച്ചകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. CPI-ൽ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. CPM-ൽ ഇതൊക്കെ അല്പസ്വല്പം മൂടിപ്പോഞ്ഞാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. പക്ഷെ എല്ലായിടത്തും ഈ ഒരു വികാരം ശക്തമായിട്ടുണ്ട്. ഈ ഘടകകക്ഷിയുടെ പാർട്ടിക്കകത്തുള്ള മുതിർന്ന നേതാക്കളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് പിടിച്ച്
കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളൊരു വികാരം. ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനം എടുക്കുക, അത് മറ്റുള്ളവരെല്ലാം അനുസരിക്കുകയും ചെയ്യുന്ന ഒരു പഴയ സ്റ്റാലിനിസ്റ്റ് മാതൃക ഇനിയും സ്വീകാര്യമല്ല. അത് കേന്ദ്രത്തിൽ മോഡിക്കാണെങ്കിലും സ്വീകാര്യമല്ല, കേരളത്തിൽ പിണറായി വിജയനാണെങ്കിൽ സാധ്യത. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു കാര്യം കൂടി, 2 മാറ്റങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ദേവസ്വം വകുപ്പ് VN വാസവന്, മറ്റൊന്ന് പാർലമെന്ററി കാര്യ വകുപ്പ് MB രാജേഷിന്. പാർലമെന്ററി കാര്യം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്, അത് MB രാജേഷിന് കിട്ടുമ്പോൾ ഒരു വലിയ പരിഗണനയാണ്. ഒപ്പം ദേവസ്വം വകുപ്പ് VN വാസവനിലേക്കും എത്തുന്നു. ആ 2 തീരുമാനങ്ങൾ കൂടി എങ്ങനെ താങ്കൾ പരിശോധിക്കുന്നു? അല്ല, പാർലമെന്ററി കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് കേളുവിനൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാമാന്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റുള്ളൂ. രാജേഷിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം നേരത്തെ സ്പീക്കറായിരുന്ന ആളാണ്, 10 കൊല്ലം ലോക്സഭാംഗമായിരുന്ന ആളാണ്, അവിടുത്തെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം ആ വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതുപോലെ ദേവസ്വം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പും കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാൾ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. നേരത്തെ കടകപ്പള്ളി സുരേന്ദ്രനായിരുന്നു, ഇപ്പോൾ വാസവൻ ആ സ്ഥാനത്തേക്ക് വരും എന്നുള്ളത്. അതിനുശേഷം എന്ത് മാറ്റം ഉണ്ടാവും? അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലൊക്കെ നടക്കുന്ന കളവ്, മോഷണം, കവർച്ച, ഇതൊക്കെ എന്തുമാത്രം വർദ്ധിക്കും അല്ലെങ്കിൽ എന്തുമാത്രം കുറയും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരാൾ മാറി വേറൊരാൾ വരുന്നുണ്ട് എന്നുള്ള മാറ്റമല്ല, അതിൽ ഗുണപരമായിട്ട് എന്ത് മാറ്റം ഉണ്ടാവും എന്നാണ് നമ്മൾ കാത്തിരുന്നതാണ്. ശരി, എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകൻ KO ജോണി നമ്മുടെ ഒപ്പം ചേരുന്നു. ഈ മന്ത്രിസഭയുടെ പുനഃസംഘടനയിലെ പ്രധാനപ്പെട്ട തീരുമാനമായി OR കേളുവിൻ്റെ മാറ്റം വരികയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ മാറ്റത്തെ കാണുന്നത്? CPM തെറ്റുതിരുത്തുന്നതിന്റെ ഭാഗമായി കൂടി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുമോ? തെറ്റ് തിരുത്തുക എന്നുള്ളത് ഏത് പാർട്ടിയുടെ ഏത് മനുഷ്യന്റെയും ഒരു അനിവാര്യതയാണ്. ഞാൻ ഈ OR കേളു മന്ത്രിസഭയിൽ എത്തുന്നതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിപ്പോ ഇതിലൊരു ഷഫ്ലിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ട ഒരാളായിരുന്നു OR കേളു. കാരണം കേരളത്തിലെ ആദിവാസി ജനസംഖ്യയിൽ ഏറ്റവും അധികം ആദിവാസികളുള്ള ഒരു ജില്ലയാണ് വയനാട്. ആ ജില്ലയിൽ നിന്ന് ഒരു ആദിവാസികളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും അവർ നേരിടുന്ന സമസ്യകളെ കുറിച്ചുമൊക്കെ ആഴത്തിൽ നേരനുഭവം ഉള്ള ഒരാൾ മന്ത്രിയാകേണ്ടത് ആവശ്യമായിരുന്നു. കാരണം മുമ്പൊരിക്കൽ ജയലക്ഷ്മി എന്ന ഒരാൾ വയനാട്ടിൽ നിന്ന് അവർ ആദിവാസിയുമാണ്. പക്ഷെ അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് ആദിവാസി കോളനികളിൽ പോലും പോകാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സംഗതി. ഈ OR കേളുവിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം നിരവധി വർഷങ്ങളായി ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുകയും അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആദിവാസി പ്രശ്നങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരു വയനാട്ടുകാരൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം OR കേളുവിനെ പോലുള്ള ഒരാള് മന്ത്രിസഭയിൽ എത്തുന്നത് ആ ജില്ലയിലെ പാവപ്പെട്ട മനുഷ്യരുടെ, ആദിവാസികളുടെ ആവലാതികൾക്കും മറ്റുമൊക്കെ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഊർജ്ജസ്വലനായ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഈ OR കേളുവിന്റെ ഈ മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനത്തെ ഞാൻ ഒരു വയനാട്ടുകാരനെന്ന നിലയിൽ കൂടി വളരെ ആഹ്ലാദകരമായാണ് കാണുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, CPMന്റെ ചർച്ചകൾ ലോക്സഭയ്ക്ക് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷമുള്ള ചർച്ചകളിൽ അവർ വിലയിരുത്തുന്നത് അടിസ്ഥാന വോട്ട് ബാങ്കിൽ നഷ്ടമുണ്ടായി. അത് പിന്നോക്ക വിഭാഗം പാർട്ടിയിൽ നിന്നകന്നു, അത് ഈഴവ വിഭാഗമുണ്ട്, മറ്റ് അടിസ്ഥാന മേഖലയിലുള്ളവരുണ്ട്. അപ്പോൾ ആ ഒരു ആലോചനകൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ കൂടി ഈ തീരുമാനത്തെ നമുക്ക് കാണാൻ കഴിയുമോ? കാരണം ഒന്ന്, ഒരു പട്ടികവർഗ വിഭാഗക്കാരന് പരിഗണന നൽകുന്നു, മറ്റൊന്ന് ഒരു പിന്നോക്ക വിഭാഗക്കാരനായി ഈഴവ സമുദായാംഗമായ ഒരു മന്ത്രിക്ക് ദേവസ്വം വകുപ്പ് നൽകുന്നു. ഇങ്ങനെയുള്ള തീരുമാനം കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലം CPMനെ ഈ ചിന്തയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമോ? എനിക്കങ്ങനെ ആ മട്ടിലല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഉദാഹരണത്തിന് രാധാകൃഷ്ണനെ പോലെ ആ പ്രത്യേക സമുദായത്തിൽ നിന്ന് വന്ന ഒരാൾ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും തത്തുല്യനായിട്ടുള്ള അത്തരം വിഭാഗങ്ങളെ, അടിസ്ഥാന വർഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നുള്ള ഒരു സാമാന്യ പരിഗണനയുടെ ഭാഗമായിട്ടാണ് ഈ OR കേളുവിന്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയും അദ്ദേഹം അതിലേക്ക് വരികയും ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ചോദിച്ച മറ്റ് ഈ തെറ്റുതിരുത്തൽ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് വോട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മാധ്യമപ്രവർത്തകർ, നമ്മളെ പോലുള്ള ആളുകളൊക്കെ പണ്ട് തൊട്ടേ കണക്ക് കൂട്ടിയിരുന്ന ചില സാമുദായിക സമവാക്യങ്ങൾ
അതൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ ധ്രുവീകരണം വ്യാപകമായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാവ്യവൽക്കരണത്തിന്റെ ചില അടിയൊഴുക്കുകളാണ് ഇപ്പോൾ കാണുന്നത്. ഉദാഹരണത്തിന് BJP തൃശ്ശൂരിൽ BJPക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പൊ അതിലെന്താണ് സംഭവിച്ചത്? നമ്മൾ മുൻപൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മട്ടിൽ ക്രിസ്ത്യാനികൾ സഭയുടെ താങ്കൾ തുടരുക. ഇപ്പോൾ നിയുക്ത മന്ത്രി OR കേളു മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അങ്ങനെ ഇപ്പം പാർട്ടി തീരുമാനം, ഗവൺമെന്റ് തീരുമാനമാണ്, ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. വയനാട് ജില്ലയിൽ നിന്നാണല്ലോ താങ്കൾ വരുന്നത്. വയനാടിന് ഒരു മന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? അല്ല, വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട്, പിന്നെ വന്യമൃഗശല്യവും ഉണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം. അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങളും ഉണ്ട്. കുറച്ചുനാട് CPM-ന് വയനാട് മന്ത്രിമാരില്ലായിരുന്നു. അതിന്റെ ഒരു കുറവ് അവിടെ രാഷ്ട്രീയമായ തിരിച്ചടിക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയില്ല. ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഒരു പുതിയൊരു ഉണർവുണ്ടാക്കും എന്ന് കരുതുന്നുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാക്കും. ചിലപ്പോൾ രാധാകൃഷ്ണനെ പരക്കാനായിട്ട് വരുന്നത് അതെങ്ങനെ കാണും? അല്ല, നമ്മുടെ കേദാരാകൃഷ്ണനായാലും ബാലേട്ടനായാലും LDFന്റെ ഒരു നയമാണല്ലോ, അല്ലെങ്കിൽ പോളിസിയാണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്തുടരും. അത് തന്നെ. പട്ടികജാതി വകുപ്പ് മാത്രമല്ലേ? അതെ, പട്ടികജാതി പട്ടികവർഗ രണ്ട് വിഭാഗത്തിന്റെ കൈകാര്യം ചെയ്യും. മറ്റു വകുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി? അല്ല, അതിപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് കാര്യമന്ത്രിക്ക് ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം. അതാണ് ശരി. കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പാണ്. രാധാകൃഷ്ണൻ തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോവുക, അത് പുതിയ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായി? അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, LDF ഗവൺമെന്റ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക. ഇപ്പൊ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പടിയിറങ്ങി പോകുന്നതിന് മുമ്പ് കോളനി എന്ന വാക്ക് ഒഴിവാക്കിയതടക്കമുള്ള പരിഷ്കാരങ്ങളുണ്ട്. അത്തരം ഒരു വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമോ? അങ്ങനെയാണ്. അല്ല, അതൊക്കെ പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ശ്രദ്ധയിലുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും വയനാട് എന്നുള്ള അംഗങ്ങളിലേക്ക്. അതൊക്കെ ശ്രദ്ധയിൽ വരുന്നുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഒരു ഉന്നമനമാണല്ലോ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ആകെ ആവശ്യം. അല്ല, ഈ മേഖലയിൽ കുറേ വർഷമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ മേഖലയെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയുണ്ട്. ഈ വന്യമൃഗ ശല്യമാണ് ആ മേഖലയിൽ ആളുകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. അവിടെയും എല്ലാ വനമേഖലയിലും അക്കാര്യത്തിൽ വയനാടിന് ഒരു പ്രത്യേക ഒരു ഇടപെടൽ താങ്കൾ നടത്തും? അത് വയനാട്ടിൽ ഇപ്പോൾ MLA എന്ന നിലക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. MLA ഫണ്ട് തന്നെ ഞാൻ 2 കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. വയനാട് പാക്കേജിൽ ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മുൻപ് അട്ടപ്പാടിയിൽ എന്തെങ്കിലും ശക്തമായ ഇടപെടലുണ്ടാവും? അട്ടപ്പാടി ഇപ്പോഴും ഒരു പ്രശ്നമാത്ര മേഖലയായിട്ട് തുടരുക. അത് അട്ടപ്പാടി മാത്രമല്ല, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ പൊതുവായിട്ട് ശ്രദ്ധിക്കണമല്ലോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ എല്ലാ ആശംസകളും. ഓക്കെ, ശരി. OR കേളു എന്തായാലും പാർട്ടിയുടെ തീരുമാനം, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ചരിത്രപരമായ തീരുമാനം. വയനാടിൻ്റെ പ്രശ്നങ്ങൾ, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം വലിയ ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പുകൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.